channel. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതാണ്. കുറേ കാലമായില്ലേ കണ്ടിട്ട് എനിക്ക് വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സിസേഴ്സ്, പിന്നെ നെയിം സ്ലിപ്സിൻ്റെ ബാക്കിലുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ ഒരു പീസ് യൂസ് ചെയ്യാം. പിന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പും വേണം നമുക്കൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീം പിക്ചറാണ്. അപ്പോൾ നമുക്കിതിനെ കളർ ചെയ്യാം. ഞാനിതിൻ്റെ ഈ കളറൊക്കെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. കളർ ചെയ്യാം. ഇതിൻ്റെ ഈ ടോപ്പ് ഐസ്ക്രീം എന്ന ഭാഗത്ത് ഞാനൊരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഒരു കോൺ വരുന്ന ഭാഗത്ത് ഞാൻ സ്കിൻ കളർ. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല മൂർച്ചുള്ള സിസേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുത്ത് നല്ലതാക്കും. കുറേ ഇവിടെ വിടാൻ പറ്റില്ല. ഇത് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ടാപ്പ് എടുക്കാം. ഇവിടെ വെച്ചിട്ട് ഇതിന് മുകളിൽ ടാപ്പ് ഇട്ടിട്ട് ഇത് കട്ട് ചെയ്യുമ്പോഴും കുറച്ച് വിട്ടിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.